ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എത്ര നല്ലതായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഈ സമയത്ത് ക്രിസ്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവ് അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉപവസിക്കുമ്പോൾ നിങ്ങൾ മുഖം മ്ലാനമാക്കരുത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നൊക്കെ. അപ്പൊ ഈ ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവും ഒന്നും യേശു കണ്ടുപിടിച്ച കാര്യങ്ങളല്ല. അതൊക്കെ പണ്ടേ ഉണ്ട്. മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. അപൂർവം ചിലര് അല്ലാതെ പൊതുവേ ആരും നല്ലതല്ലാതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ പ്രശ്നം ഒന്നേ ഉള്ളൂ, നമുക്കാർക്ക് നല്ല കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യാൻ അറിയില്ല. ഇവിടെയാണ് ഈശോ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ, ഉപവസിക്കുമ്പോൾ മുഖം മ്ലാനമാക്കാതിരിക്കട്ടെ എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചെയ്യാനല്ല, മറിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് നമ്മൾ സാധാരണ കാണുന്നത്? എല്ലാവരും നല്ല കാര്യങ്ങളെ കുറിച്ച് പറയും. ഒരു വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മാതാപിതാക്കൾ എപ്പോഴും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരെ പഠിക്കാൻ നിർബന്ധിക്കുന്നത്, പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നത്. പക്ഷെ ഒടുവിൽ ഒരുപാട് കലഹങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കുട്ടികളെ കുറ്റം പറയുന്നത് മാത്രം നിർത്തിക്കൊന്ന് മാറി ചിന്തിച്ചാൽ ഈ നല്ല കാര്യങ്ങൾ നമ്മൾ അത്ര നല്ലതുപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു നിർണായകമായ കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെയും കൂടെ ഉണ്ടായിരുന്നല്ലോ കുട്ടികളെ പോലെ കുറച്ച് ശിഷ്യന്മാർ. അവർ കുട്ടികളെ പോലെ തന്നെ പെരുമാറി, തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും അന്ത്യത്താഴത്തിന് അടുത്തിരുത്തിയിട്ട് അപ്പം മുക്കി കൊടുത്തിട്ട് കൊല്ലാൻ പോകുന്ന അയാളോട് നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക എന്ന് മാത്രം ഒരു വാക്ക് കെട്ടിപ്പിടിച്ച് ചുംബിച്ചപ്പോൾ കവിൾത്തടവും മാറ്റിയില്ല. ക്ഷമിക്കുമ്പോഴും എത്ര സ്നേഹത്തോടെ ക്ഷമിക്കാം. നല്ല കാര്യങ്ങൾ നല്ലതല്ലാതെ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കുക. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ലതല്ലേ? നമ്മളെ ചിലർ ഏൽപ്പിച്ചിരിക്കുന്നു, അതൊക്കെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നു. എന്നിട്ടും ചിലർക്ക് നമ്മളുടെയൊക്കെ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ സ്നേഹക്കുറവുകളെ കുറിച്ച് പറയാനുണ്ട്. കാര്യം എന്തായാലും ലളിതമാണ്. നല്ല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ അത്ര നല്ലതായിട്ടല്ലായിരിക്കാം ചെയ്യുന്നത്. ഈ ഒരു സമയം കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊന്ന് മാറ്റിവെച്ചിട്ട് അത് നമ്മൾ ചെയ്യും. നമ്മുടെ ജീവിതം അതാണ്. നല്ല കാര്യങ്ങൾ ഏറ്റവും നല്ലതുപോലെയാണോ ഞാൻ ചെയ്യുന്നത്? ഫരിസേയരും നിയമജ്ഞരും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ക്രിസ്തു നല്ല കാര്യം ഏറ്റവും നല്ലതുപോലെ ചെയ്തു. ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു സമയം. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.